എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വൊക്കാബ് സ്പീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് പേപ്പർ 1 എക്കണോമിക്സിൻ്റെ ഒരു ചെറിയ വിശകലന വീഡിയോ ആണിത്. അപ്പം നമുക്ക് സിലബസിൽ 7 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് എക്കണോമിക്സിന് ഉണ്ടായിരുന്നത്. സോ ഒരു 4 തൊട്ട് 5 മാർക്ക് വരെ ആ ഒരു എക്സാം സെറ്റിങ്ങിൽ, ആ കൺട്രോൾ സെറ്റിങ്ങിൽ ഇരുന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറായിട്ട് തോന്നുന്നു. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. കാരണം നമുക്കറിയാം സിലബസിൽ തന്നിട്ടുള്ള ടോപ്പിക്സിനെ എല്ലാം, അല്ലെങ്കിൽ സിലബസിൽ തന്നിട്ടുള്ള മെയിൻ ടോപ്പിക്സിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്നത് എപ്പോഴും ഒരു സബ് ടോപ്പിക് ലെവലിലായിരിക്കും. അതിലേത് സബ് ടോപ്പിക് ലെവലിൽ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി എപ്പോഴും നിർണ്ണയിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മുൻ പരിചയമുള്ള ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലുള്ള സബ് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുകയും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുമ്പോൾ സബ് ടോപ്പിക് ലെവലിൽ തന്നെ ഫാക്ച്വലായിട്ടുള്ള ആസ്പെക്ട്സും ഉണ്ട്. അപ്പോൾ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് വരും. നമുക്ക് ഒരുവിധം കാര്യങ്ങൾ അറിയാം, നമ്മൾ എന്താണോ ഒഴിവാക്കിയത് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഇത്രയും നാളും പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഇൻഫോംഡ് ചോയ്സ് എടുത്ത് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലെത്താൻ പറ്റുന്ന ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ, പ്രോഡക്ട്സിൽ ഏതൊക്കെയാണ് GST നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? അതായത് പ്രോഡക്ട്സ് വിച്ച് അട്രാക്ട് നിൽ, അല്ലെങ്കിൽ എന്താ പറയേണ്ട, 0 GST റേറ്റ് ബാധകമല്ലാത്തത് ഏത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 0 GST അട്രാക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്നുള്ളതാണ്. ഇവിടെ ഒരു നോട്ടുണ്ട്, അത് കാണണം. ഇപ്പോൾ റേറ്റ് മാറി എന്നുള്ളതിൻ്റെ അകത്തൊരു പ്രസക്തി ഇവിടെ വരുന്നില്ല. റേറ്റ് മാറിയാലും മുമ്പും പിൻപും ഇവിടെ GST വരുന്നത്, GST ബാധകമായിട്ടുള്ളത് പാക്ഡ് ബിസ്ക്കറ്റ്സിലാണ്. ബാക്കി എല്ലാ ഐറ്റംസും നേരത്തെ തന്നെ എന്താണ്, GSTയിൽ 0 റേറ്റുള്ള സാധനങ്ങളാണ്. പാക്ഡ് ബിസ്ക്കറ്റ്സിൻ്റെ കേസിൽ GST റേറ്റ് മാറിയപ്പം ഇപ്പോൾ അത് 5% വന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു വാർത്തയുള്ളത്. അപ്പോൾ GST ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, പബ്ലിക് ഡൊമൈനിലുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, വൊക്കാബ് സ്പീഡിയുടെ. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട് പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസിനൊക്കെ എന്താണ് GST ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും എത്രയായി, 5% വന്നു എന്നുള്ളതാണ് വ്യത്യാസം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് അത്തരത്തിലൊരു ഇൻഫോംഡ് ചോയ്സ് എടുത്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർക്ക്. ഈ ഒരു GST റേറ്റ് പെർസെ ഐറ്റംസിൻ്റെ അറിയാത്ത ആളുകൾക്ക്, GST 0 ആയിട്ടുള്ള ഐറ്റംസ് നോക്കി പോകാത്തവർക്ക് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഫാക്ച്വലായിട്ട് അത് സമീപിച്ചാൽ അത് തെറ്റാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് ലീവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്, ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്. ഇതിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ബോൺസും ഡിബെഞ്ചേഴ്സുമാണ്. ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുമ്പോഴാണ് നമുക്ക് ഷെയർസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട്, ഡെറിവേറ്റീവ്സും ഉണ്ട്. ഓക്കെ, ഇപ്പം ഗവൺമെൻറ് ഫണ്ട് റേസ് ചെയ്യുന്നത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ട്രഷറി ബിൽസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അല്ലേ? റീപർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ റേറ്റാണ്. റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് എന്താ പറയേണ്ടത്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ചോദ്യം എന്താണ്, താഴെ തന്നിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ പ്രധാനമായിട്ടും പ്രൈമർലി ആയിട്ട് ഹെഡ്ജിങ്, റിസ്ക് ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിന്, അതുപോലെ തന്നെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് വാല്യൂ ആയിട്ട് വെച്ചുകൊണ്ട് ആളുകൾ ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഡെറിവേറ്റീവ്സ് ആണ്. ഇക്വിറ്റി ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. എത്ര പേര് ആൻസർ ചെയ്തു എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ, നിങ്ങളുടെ സ്കോർ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അപ്പം റീപർച്ചേസ് എഗ്രിമെൻ്റ് ആണെങ്കിലും, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിലും, ട്രഷറി ബിൽസ് ആണെങ്കിലും, ഇതെന്താണ്, ഇത് ഗിൽട്ട് എഡ്ജഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിനൊരു അണ്ടർലൈൻ വാല്യൂ ഇല്ല. അത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. പൊളിറ്റിക്കൽ കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഡെറിവേറ്റീവ്സ് അങ്ങനല്ല. ഇപ്പോൾ ഗുവാർ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ അഗ്രികൾച്ചർ കമ്മോഡിറ്റി എന്നുള്ള നിലയ്ക്ക് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മോഡിറ്റിയാണ്. അതിനൊരു വാല്യൂ ഉണ്ട്, അതിൻ്റെ അകത്തൊരു അണ്ടർലൈൻ വാല്യൂ ഉണ്ട്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ഡെറിവേറ്റീവ്സ് ആണ്. 16ൻ്റെ ഉത്തരം ഡൽഹി, ഡി. 15ൻ്റെ ഉത്തരം പാക്ഡ് ബിസ്ക്കറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത്
നമുക്ക് കേരള എക്കണോമിയുടെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ എക്കണോമിക് റിവ്യൂവിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം എക്കണോമിക് റിവ്യൂ, കേരളത്തിൻ്റെ എക്കണോമിക് റിവ്യൂ ആണ്, സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണെങ്കിലും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കർണാടക മെയിൻറ്റെയിൻഡ് ഇസ് ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഇപ്പോൾ കേരളത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞുവെങ്കിലും കേരളത്തിൻ്റെ സ്ഥാനം 2ാം സ്ഥാനമാണ്, ഫോളോഡ് ബൈ കേരള. അപ്പോൾ ആദ്യ 2 സ്ഥാനക്കാരെ അറിയാമെങ്കിൽ ആ ക്ലാസ്, നമ്മുടെ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ് എന്നുള്ള ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടേണ്ടതാണ്. സോ ഇത് ഫാക്ച്വൽ ആണെങ്കിലും നമ്മൾ ക്രോപ്പ് ബൈ ക്രോപ്പായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ശരിയാക്കേണ്ടതാണ്. ബാക്കി ഒന്നിലും കേരള, കർണാടക എന്നുള്ള 3rd പൊസിഷൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ പോലും കർണാടക 1ാം സ്ഥാനവും കേരള 2ാം സ്ഥാനമാണെന്ന് അറിയുന്നവർക്ക് ഇത് ശരിയാക്കാം. അപ്പം ഇത് എത്ര പേര് ശരിയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. 17ൻ്റെ ഉത്തരം ബി ആണ്, ബോംബെ. ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും പലർക്കും. കാരണം ഈ ഇന്ത്യയിലെ റിസോഴ്സസ് അല്ലെങ്കിൽ മിനറൽ അലൊക്കേഷൻ, അതിനെപ്പറ്റി ആളുകൾ പൊതുവേ ഒരു വൈമുഖ്യം കാണിക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം ഇതിൽ പലരും ആൻസർ നിക്കൽ എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉത്തരം പക്ഷേ മാംഗനീസ് ആണ്. ഇപ്പോൾ മാംഗനീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 18ൻ്റെ ആൻസർ എ, ആന്ധ്ര. മാംഗനീസ് ആണ്. മാംഗനീസ് സിംബാബ്വെക്ക് ശേഷം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മാംഗനീസ് റിസർവ് ഉള്ള, മാംഗനീസ് ഓറുള്ള രാജ്യം. അതായത് ഇപ്പോൾ 1 ടൺ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏകദേശം 6 കിലോ മാംഗനീസ് ആവശ്യമുണ്ട്. അപ്പം മാത്രമല്ല ഇന്ത്യ ഇത്രയും ഓറുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് മാംഗനീസ്. സോ ഇതിൻ്റെ ആൻസർ മാംഗനീസ് ആണ്. പലർക്കും ഇത് തെറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ശരിയാക്കിയിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു നോക്കൂ. നമുക്ക് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിലേക്ക് വരുമ്പം എ റൂൾ ബേസ്ഡ് എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്കറിയാം ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്, ഗാട്ട് എഗ്രിമെൻറ്റ് ഉറുഗെ റൗണ്ട് ഓഫ് നെഗോസിയേഷന് ശേഷം എന്തിന് വഴിമാറുകയാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് വഴിമാറുകയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താണ്? ഗാട്ട് എഗ്രിമെൻറ്റിനെ അപേക്ഷിച്ചിട്ട് ഗാട്ട് എഗ്രിമെൻറ്റ് വാസ് ഡീലിംഗ് ഓൺലി വിത്ത് ഗുഡ്സ് ആണെങ്കിൽ ഇതിലോട്ട് വരുമ്പോൾ ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. മാത്രമല്ല ഗാട്ട്സിൻ്റെ പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ, ജനറൽ എഗ്രിമെൻ്റ് ഓൺ ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്, ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിംസ്, ഇതെല്ലാം WTOയുടെ എന്താണ് മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആണ്. യൂണിലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് എല്ലാ അംഗരാജ്യങ്ങളും പാലിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കൂ. വിച്ച് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഡിഫൈൻഡ് ഗ്ലോബലൈസേഷൻ ആസ് ദ അൺറെസ്ട്രിക്റ്റഡ് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ? തീർച്ചയായിട്ടും അത് ഏത് ഓർഗനൈസേഷൻ ആയിരിക്കും ഗ്ലോബലൈസേഷനെ പറ്റി അങ്ങനൊരു നിലപാടെടുത്തിട്ടുള്ളത്? ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് ഇൻ ഗുഡ്സ് ഓർ ട്രേഡ് ഇൻ സർവീസസ് ഓർ ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വരുമ്പം തീർച്ചയായിട്ടും അങ്ങനൊരു നിലപാട് പറഞ്ഞിട്ടുള്ള അന്താരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ഏതാണ്? അതൊരു ഇൻഫോംഡ് ചോയ്സ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം. അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. അൺറെസ്ട്രിക്റ്റഡ് ക്രോസ് ബോർഡർ. കാരണം ഈ ഗുഡ്സ് ആൻഡ് ഗാഡ്സ് എഗ്രിമെൻറ്റിൽ തന്നെ നമുക്ക് 4 മോഡ്സ് ഓഫ് സർവീസസ് ഉണ്ട്. ആ മോഡ് 1, മോഡ് 2, മോഡ് 3 ആൻഡ് മോഡ് 4. ഓക്കെ, ഈ മോഡ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോഡ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ക്രോസ് ബോർഡർ സപ്ലൈ ആണ്. മോഡ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസംഷൻ എബ്രോഡാണ്, ക്രോസ് ബോർഡർ സപ്ലൈ, കൺസംഷൻ എബ്രോഡ്. മോഡ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ എക്സ്റ്റൻഷനാണ്. മോഡ് 4 പ്രസൻസ് ഓഫ് നാച്ചുറൽ പേഴ്സൺസ്, വ്യക്തികൾ തന്നെ സേവനദാതാക്കളാകുന്നതിനെയാണ് മോഡ് 4 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ എല്ലാ ഉള്ളടക്കം WTOയുടെ എഗ്രിമെൻറ്റ്സിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കുകയാണ് എങ്കിൽ ഇത് പെർസെ ഗ്ലോബലൈസേഷനെ പറ്റി ആരാണ് അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടെന്ന് അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ എടുക്കേണ്ട ഉത്തരം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സോ 19ൻ്റെ ആൻസർ ആന്ധ്രയാണ്. 20 ഇൻഫോംഡ് ചോയ്സ് എടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആരാണ് അസോസിയേറ്റ് ചെയ്യാത്തത്, ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധമില്ലാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമുള്ള ആൾക്കാരെ നമുക്കറിയാം. മറ്റേ മെക്സിക്കൻ അഗ്രികൾച്ചർ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ തന്നെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവെന്ന് വിളിക്കുന്ന ബോർലോഗും ഉണ്ട്, ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവെന്ന് വിളിക്കുന്ന MS സ്വാമിനാഥനും ഉണ്ട്. പിന്നെ 2 ആൾക്കാർ അവിടെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിൽ ബിമൽ ജലാൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, ആ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് എവിടെങ്കിലും ഇന്ത്യൻ എക്കണോമി പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാം എങ്കിൽ, അല്ലെങ്കിൽ നോട്ടിലെങ്കിലും അയാളുടെ പേര് കണ്ടിട്ടുള്ളവരുണ്ട് എങ്കിൽ ആ പേരാണ് നിങ്ങൾ ആൻസറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ബിമൽ ജലാൻ എന്ന് പറയുന്ന വ്യക്തി ആരല്ല? ബിമൽ ജലാൻ എന്ന് പറയുന്ന വ്യക്തി ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയല്ല. അദ്ദേഹം RBI ഗവർണറായിരുന്നു. ഇതൊരു ഓഡ് മാൻ ഔട്ടാണ്. ഇതൊരു ഓഡ് മാൻ ഔട്ട് ക്വസ്റ്റ്യൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. സോ C സുബ്രഹ്മണ്യവും എന്തുമായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ്? C സുബ്രഹ്മണ്യവും ഈ പറയുന്നത് പോലെ ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വം തന്നെയാണ്. സോ ഇവിടുത്തെ ആൻസർ C, ചെന്നൈ, ബിമൽ ജലാനാണ് ആൻസർ. അടുത്ത നോക്കൂ, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഓക്കെ,
ഫസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ്, ബീമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ്. ഉറുദു വാക്കുകളാണ്, ഉറുദുവിലും ഹിന്ദിയിൽ ഉപയോഗിക്കാറുണ്ട്. സോ ക്രോപ്പ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണെന്ത്, സെൻട്രൽ സ്കീമാണെന്ത്, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്നുള്ളത്. സോ ഇതിൻ്റെ ആൻസർ ഏത് വരും? ഇതിൻ്റെ ആൻസർ ബോംബെ ആണ് വരുന്നത്. ടു എൻഷുർ അഫോർഡബിൾ ക്രോപ്പ് ഇൻഷുറൻസ് ആൻഡ് റിസ്ക് കവറേജ് ടു ഫാമേഴ്സ്. ഓക്കെ, സോ ഇതാണ് ആ 7 ചോദ്യങ്ങൾ. സോ നിങ്ങൾക്ക് ഈ 7 ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയാക്കി എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക, നിങ്ങളുടെ ഡിഫിക്കൽട്ടിയെ പറ്റി പറയുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയെ സോൾവ് ചെയ്യാം.